ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. യൂട്യൂബിലൊക്കെ പലരും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കറക്റ്റ് സമയം വന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ആദ്യം ഞാൻ മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടുന്നുണ്ട്. വളരെ മിനിമൽ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഫേസിൽ. കാരണം ഞാൻ എന്ത് ഫേസിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് കുരു വരുന്ന ഒരു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇടുന്നുണ്ട്. സൺസ്ക്രീനൊക്കെ തീർന്നു പോയി ഏകദേശം. എങ്ങനെയൊക്കെയോ ഞെക്കി പിടിച്ചൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ അതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എത്ര പൈസ ഇല്ലയെന്ന് പറഞ്ഞാലും സൺസ്ക്രീൻ കുറച്ചധികം വാരി പൊത്തിക്കൊള്ളണം. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടു. അതിന് ശേഷം ഞാനൊരു ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ് ഇടുന്നത്. അതിലെന്തൊക്കെയോ സൺസ്ക്രീനും ഫൗണ്ടേഷൻ അങ്ങനെ എന്തൊക്കെയോ 3 കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. ഫൗണ്ടേഷനൊക്കെ അധികമായിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു തെയ്യം കെട്ടിയ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഈ സ്പഞ്ചൊന്നും യൂസ് ചെയ്താൽ ഒരു തൃപ്തി വരാത്ത പോലെയാണ്. കൈ കൊണ്ട് തന്നെ ചെയ്താലേ ഒരു സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐലൈനറും പിന്നെ ഒരു മസ്കാരയാണ്, ഷുഗറിൻ്റെ ഒരു മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഐലൈനർ ഞാൻ ഡാസ്ലറിൻ്റെയാണ്. അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. ഡാസ്ലർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഈ ഫോണിൽ നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് കണ്ണെഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കണ്ണാടിയിൽ പോയിട്ട് കണ്ണെഴുതിയിട്ട് വരികയാണ് കേട്ടോ. 2 കണ്ണും ഒരുപോലെ. ഐലൈനർ ഇടാൻ എനിക്കത്ര കുഴപ്പമൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട്. പിന്നെ മസ്കാര ഇട്ടു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുൻപ് എന്തായാലും എന്തിടണം, മറ്റേ ലിപ് ബാം ഇടണം. പിന്നെ ലിപ് ബാം UV ഡോക്സിൻ്റെ ലിപ് ബാമാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇതായിരുന്നു, മാക്കിൻ്റെ ലിപ്സ്റ്റിക്കായിരുന്നു. അങ്ങനെ പൊട്ടൊക്കെ വെച്ചു. പിന്നെ അത്രയേ ഉള്ളൂ, മേക്കപ്പ് എൻ്റെ കഴിഞ്ഞു. അത്രയും സിമ്പിൾ മേക്കപ്പ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ, സെഞ്ച്വറിയിൽ നിന്ന്. എന്നിട്ട് പിന്നെ ആ കമ്മലൊക്കെ ഇട്ടു. പിന്നെ വാച്ച് ഞാൻ ഇടാൻ നോക്കുമ്പോൾ സമയം മാറിക്കിടക്കണു. അപ്പോഴാണ് മനസ്സിലായത് ടൈം UAE ടൈമായിരുന്നു. അപ്പോൾ ടൈമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ വളയും റിങ്ങൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോഴേക്കും തന്നെ സമയം നന്നായിട്ട് വൈകിട്ടോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ഹെയർ കേൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളി എനിക്ക് അറ്റം കേൾ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഏകദേശം ഒരു ഫൈനൽ ലുക്ക്. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിൽ പോകുന്നുണ്ട് സാരി ഉടുക്കാനൊക്കെ. അമ്മയും എന്തൊക്കെയോ വെപ്രാളത്തിൽ ചെയ്ത് കൂട്ടുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്മയും വന്ന് നിൽക്കുകയാണ് കേട്ടോ, ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.